ഹായ് ഫ്രണ്ട്സ്. ഒത്തിരി ബിസിനസ് ഓണേഴ്സ് എന്നോട് സ്ഥിരമായിട്ട് പറയുന്നൊരു പരാതി എന്ന് പറയുന്നത് ലീഡ്സ് വരുന്നുണ്ട്, പക്ഷേ കൺവേർട്ട് ആവുന്നില്ല, സെയിൽ ആവുന്നില്ല എന്നുള്ളത്. അപ്പം ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് പലർക്കും വരുന്നത് ക്വാളിറ്റി ലീഡ്സ് ഒക്കെ തന്നെയാണ്, പക്ഷേ ഇത് കൺവേർട്ട് ആവുന്നില്ല എന്നുള്ളൊരു ഇഷ്യൂ പലപ്പോഴും കാണാറുണ്ട്. അപ്പം ഞാൻ ഒത്തിരി അക്കൗണ്ടുകൾ നോക്കിയ സമയത്തും ഒത്തിരി ബിസിനസ്സുകാരുമായിട്ട് സംസാരിച്ച സമയത്തൊക്കെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം തന്നെ, മെയിനായിട്ടൊരു 3 മിസ്റ്റേക്കുകളാണ് ഇവർ ചെയ്യുന്നത്. എന്തൊക്കെയാണെന്നല്ലേ? ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ലേറ്റ് റിപ്ലൈ. അതായത് നമുക്കൊരു ലീഡ് വന്നിട്ട് ചിലപ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂർ ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്നത്. കാരണം ഒത്തിരി ലീഡ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് എല്ലാ ലീഡ്സിനും നമുക്ക് സ്പോട്ടിൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, മാനുവലി. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മാനുവൽ ഹാൻഡ്ലിങ്. എല്ലാത്തിനും കുത്തിപ്പിടിച്ച് നമ്മൾ തന്നെ ഇപ്പം പ്രൈസ് ചോദിക്കുമ്പോൾ പ്രൈസ് ഇട്ട് കൊടുക്കും, ലൊക്കേഷൻ ചോദിക്കുമ്പോൾ ലൊക്കേഷൻ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കും, അതുപോലെ കാറ്റലോഗ് ചോദിക്കുമ്പോൾ കാറ്റലോഗ് നമ്മൾ അയച്ചു കൊടുക്കും, ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇരുന്ന് ചാറ്റ് ചെയ്യും. അപ്പം ഈ മാനുവൽ ഹാൻഡ്ലിങ് വരുന്ന സമയത്തും നമുക്ക് പ്രോപ്പറായിട്ട് എല്ലാ ലീഡ്സിനെയും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരാറുണ്ട്. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഫോളോ അപ്പ് ഇല്ലാത്തത്. കാരണം പലരെയും ഒരു തെറ്റായ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലീഡ് വന്നു, ഇപ്പം കൺവേർട്ട് ആയില്ലെങ്കിൽ ഇത് പിന്നെ കൺവേർട്ട് ആവില്ല, അത് വെറുതെ എൻക്വയറി ചെയ്ത എന്നുള്ളൊരു തെറ്റിദ്ധാരണ. പല സെയിൽസും നടക്കുന്നത് ലേറ്റ് ആയിട്ടാണ്. കാരണം അവരെ നമ്മളോട് സംസാരിച്ച് നമ്മൾ ഫോളോ അപ്പ് ഒക്കെ ചെയ്ത് നമ്മളുടെ ഒരു ട്രസ്റ്റ് വന്നതിന് ശേഷം മാത്രമേ പല കസ്റ്റമേഴ്സും നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് സർവീസ് വാങ്ങുള്ളൂ. ഇപ്പം ജനുവരിയിൽ വന്ന ഒരു എൻക്വയറി എനിക്ക് ജൂണിൽ കൺവേർട്ട് ആയിട്ടുണ്ട്. കാരണം കൃത്യമായിട്ട് ഫോളോ ചെയ്ത് അത്രയും ടൈം എടുത്തു അത് കൺവേർട്ട് ആവാൻ. ഓക്കെ. അപ്പം പല ലീഡ്സും നമുക്ക് അപ്പം ഇൻസ്റ്റന്റ് ആയിട്ട് കൺവേർട്ട് ആവുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, അത് സ്കിപ്പ് ചെയ്യരുത്. ഒരു ടൈം കഴിയുമ്പോൾ ചിലപ്പോൾ അത് കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും കൺവേർട്ട് ആവുക. സോ ഈ 3 ഇഷ്യൂസും ഈസി ആയിട്ട് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ബെസ്റ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ വാട്സപ്പിനെ ഓട്ടോമേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ്. നിങ്ങൾക്ക് വരുന്ന ലീഡ്സ് കൃത്യമായിട്ട് വാട്സപ്പിലേക്ക് വരുന്നു, അവിടുന്ന് കൃത്യമായിട്ട് ഈ ചാറ്റിങ് മൊത്തം ഓട്ടോമേറ്റ്, അതായത് ചാറ്റ് ബോട്ട് വെച്ചിട്ട് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം കസ്റ്റമേഴ്സിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് പേയ്മെൻറ്റ് വരെ എത്തിക്കുന്ന രീതിയിൽ നമുക്ക് ചാറ്റ് ബോട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഇതിൽ സ്കിപ്പായി പോയ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ നമ്മളതിന് പർച്ചേസ് ചെയ്യാത്ത കസ്റ്റമേഴ്സിന് വേണ്ട ഫോളോ അപ്പ് മെസ്സേജുകൾ, പർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സിന് വേണ്ട ഫോളോ അപ്പ് മെസ്സേജുകൾ, കാര്യങ്ങൾ, ഓഫേഴ്സ്, ഇതെല്ലാം നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. സോ ഓട്ടോമേറ്റ് ചെയ്യുന്ന വഴി നമുക്ക് നമ്മുടെ ടൈമും സേവ് ചെയ്യാൻ പറ്റും. നമുക്ക് കൃത്യമായിട്ട് നമുക്ക് വരുന്ന ലീഡ്സിനെ നമുക്ക് ട്രാക്ക് ചെയ്യാനും കൺവേർഷനിലേക്ക് എത്തിക്കാനും സാധിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നല്ല ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബിസിനസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.